സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും ലാഹിരീന, സകല അസത്യങ്ങളെയും അടിച്ചമർത്തുന്നവർ, സകല അസത്യങ്ങളെയും അതിജയിക്കുന്നവർ ഒരു വിഭാഗം ഉണ്ടാകും. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും ലാഹിരീന, സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നത്. അലൽ ഹക്കി, സത്യം കൊണ്ട്. ഇവിടെ അലാക്ക് ബീന്റെ മയനെ, ബാവിന്റെ മയനെയാണ്. സത്യം കൊണ്ട്. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാന്റെ ഉത്തരവ് വരുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാൾ വരെ സകല അസത്യങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു തായിഫത്ത് ലോകത്തുണ്ടാകും. ആരാണ് ആ തായിഫത്ത്? ഇമാം ബുഖാരി തങ്ങൾ സംശയത്തിന് ഇടം നൽകാത്ത വിധം വ്യക്തമാക്കുകയാണ്, ഹുമുൽ ഉലമാഉ, ആ വിഭാഗം ഉലമാ ആണ്. ഉലമാ ആണ് ആ വിഭാഗം. അതിന് അദ്ദേഹം പറയുന്ന കാരണം, ഈ ഹദീസ് പല തുറുക്കിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല തുറുക്കുകളിലും ഈ ഹദീസ് തുടങ്ങുന്നത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ആർക്കെങ്കിലും എല്ലാ ഖൈറും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവൻ ദീനിൽ അറിവുള്ളവനാക്കി തീർക്കും അവനെ. അപ്പൊ ഈ ഹദീസ് കൊണ്ടാണ് ഈ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉലമ ആണ് ആ വിഭാഗം എന്ന് പറയുന്നത്. കേരളത്തിൽ ആ വിഭാഗം ആരാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഉലമ ആണ് എന്നതിൽ ഒരു സംശയമില്ലാത്ത. അതിന് പുറത്തുള്ളവരാരായാലും തരക്കടിയിൽ അവരെക്കുറിച്ച് ശരിയായ പഠനം നടത്തിയാൽ ആ തായിഫത്തിന് പുറത്താണ് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അപ്പം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതാണ് ഹക്കിന്റെ അഹ്ൽ. അല്ലാത്തവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്.